പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മൾ LSS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഉത്തരം നൽകുക. ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയുന്ന വിജയികൾ ഞാൻ അടുത്ത വീഡിയോയിൽ പേര് വിളിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉത്തരം പറയാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: അക്കിത്തം, പി സച്ചിദാനന്ദൻ, NS മാധവൻ, EV രാമകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻസ്: DY ചന്ദ്രചൂഡ്, സഞ്ജീവ് ഖന്ന, ദീപക് മിശ്ര, രഞ്ജൻ ഗൊഗോയ്. ഓപ്ഷൻ ബി സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ താളിയോല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ചെണ്ട ഉപയോഗിക്കാത്ത കഥകളിയിലെ ചടങ്ങ് ഏതാണ്? ഓപ്ഷൻസ്: കേളികൊട്ട്, പുറപ്പാട്, അരങ്ങുകേളി, തോടയം. ഉത്തരം ഓപ്ഷൻ സി ആണ്. അരങ്ങുകേളിയാണ് ചെണ്ട ഉപയോഗിക്കാത്ത കഥകളിയിലെ ചടങ്ങ്. അഞ്ചാമത്തെ ചോദ്യം, മാൺപിയന്ന എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻസ്: മാൺപ് അധികം ഇയന്ന, മാൺപി അധികം ഇയന്ന, മാൺപിയ അധികം ഇന്ന്, ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ, മാൺപ് അധികം ഇയന്ന. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ഒറ്റപ്പെട്ടത് ഏതാണെന്ന് എഴുതണം. സീഡ്, പോട്ട്, ഫ്ലവർ, പാലസ്. ഉത്തരം ഓപ്ഷൻ ഡി, പാലസ് ആണ് ഇതിനകത്ത് ഒറ്റപ്പെട്ടത്. ബാക്കിയെല്ലാം പ്ലാന്റിൻ്റെ ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, ദ ബോയ് വാക്ക്ഡ് എവേ ഡാഷ് വിത്ത് ഹിസ് പേരൻസ്. ഓപ്ഷൻസ്: സാഡ്, സാഡ്ലി, ഡോണ്ട് നോ, നത്തിങ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സാഡ്ലി എന്നതാണ്. അടുത്ത ചോദ്യം, 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര 500കൾ ചേർന്നതിന് തുല്യമാണ് എന്നതാണ്. ഓപ്ഷൻസ്: 10, 20, 100, 30. ഉത്തരം എ, ഓപ്ഷൻ എ ആണ്. 10 ആണ്. അതെങ്ങനെയാണ്? 50 നൂറുകൾ ചേർന്നത് 5000 ആണ്. ഈ 5000 എന്നത് എത്ര 500 ചേർന്നതെന്നാണ് ചോദിക്കുക. അപ്പം 500 × 10 ചെയ്യുമ്പോഴാണ് 5000 കിട്ടുന്നത്. അപ്പം 10 500 ചേർന്നതാണ് 5000, 50 നൂറെന്ന് പറയുന്നത്. ഉത്തരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2493 എത്ര കൂട്ടിയാലാണ് 4250 കിട്ടുന്നത്? 1757, 1765, 1678, 1576. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1757. 4250 നിന്ന് 2493 കുറയ്ക്കണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്നതാണ്. ഓപ്ഷൻസ്: ജ്യോതി വെങ്കിടാചലം, പി സദാശിവം, ബി രാമകൃഷ്ണ റാവു, EMS നമ്പൂതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻസ്: ഭാരതപ്പുഴ, പെരിയാർ, ചാലിയാർ, പമ്പ. ഉത്തരം ഓപ്ഷൻ ബി, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ്: 14, 941, 20, 100. ഉത്തരം ഓപ്ഷൻ ബി, 941 ഗ്രാമപഞ്ചായത്തുകൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളാണ് ഉള്ളത് എന്നാണ്. ഓപ്ഷൻസ്: 14, 6, 7, 8. ഉത്തരം 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ എല്ലാ കോർപ്പറേഷൻ്റെയും പേരൊന്ന് പഠിച്ചിരിക്കണം. കേരളത്തിലെ കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി,
തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഇവയാണ് കേരളത്തിലെ കോർപ്പറേഷനുകൾ. ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം. ഉത്തരം ഓപ്ഷൻ ബി, തൃശ്ശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ് പോത്തുങ്കൽ, വെള്ളനാട്, മങ്കര, പീലിക്കോട്. ഉത്തരം ഓപ്ഷൻ എ, പോത്തുങ്കലാണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് ശക്തിസ്ഥൽ, വീർഭൂമി, ശാന്തിവനം, സമതാസ്ഥൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. അടുത്തത്, എഴുത്തച്ഛൻ ജനിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് തുഞ്ചംപറമ്പ്, ഏലംകുളം, കൊണ്ടോട്ടി, ആനക്കയം. ഓപ്ഷൻ എ, തുഞ്ചംപറമ്പിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ചത്. അടുത്തത്, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് കോഴിക്കോട്, കാസർഗോഡ്, കൊല്ലം, മലപ്പുറം. ഓപ്ഷൻ ഡി, മലപ്പുറം ആണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം. അടുത്ത്, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഓപ്ഷൻസ് മഞ്ചേശ്വരം പുഴ, വളപട്ടണം പുഴ, പമ്പ, മണിയാർ. ഉത്തരം ഓപ്ഷൻ എ, മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. മഞ്ഞ് എന്ന നോവൽ രചിച്ചത് ആരാണ്? അക്കിത്തം, മുകുന്ദൻ, എം ഡി വാസുദേവൻ നായർ, സച്ചിദാനന്ദൻ. ഉത്തരം ഓപ്ഷൻ സി, എം ഡി വാസുദേവൻ നായരുടെ കൃതിയാണ് മഞ്ഞ്. ലോക വനിതാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പി വി സിന്ധു, ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ്, അൻമോൾ കർബ്. ഉത്തരം ഓപ്ഷൻ എ, പി വി സിന്ധു. പക്ഷിക്കോലം, കുതിരക്കോലം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് പടയണി, കുമ്മാട്ടി, തെയ്യം, പുലികളി. ഉത്തരം ഓപ്ഷൻ എ, പടയണിയുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ തുക 550 ആണ്. വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ 50 കിട്ടി. ചെറിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് 50, 250, 200, 300. ഉത്തരം ബി, 250 ആണ് ചെറിയ സംഖ്യ. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് രണ്ട് നമ്പർ x + y = 550. രണ്ട് നമ്പറിൻ്റെ തുക 550 എന്ന് പറഞ്ഞു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ 50 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് x - y = 50. ആ രണ്ട് ഇക്വേഷനും നമുക്ക് ആഡ് ചെയ്യാം. കാരണം ചെയ്യുമ്പോൾ 2x = 600 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 600 / 2 = 300. അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 300 + y = 550. ദെൻ y = 550 - 300 = 250. അപ്പം ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 250ഉം വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ x = 300 അപ്പം ആൻസർ ഈസ് 250. അടുത്തത്, അതിവർഷം ഫെബ്രുവരി ആദ്യ തീയതിയും അവസാന തീയതിയും ഒരു ദിവസമായിരിക്കും. ശരിയാണോ? ശരിയാണ്, ശരിയല്ല, അറിയില്ല, അങ്ങനെയൊന്നുമില്ല. ഉത്തരം ശരിയായിരിക്കും. അടുത്ത ലാസ്റ്റ് ചോദ്യം, ഒരു ജീവിയുടെ പുതിയ ഘട്ടമാണ് കുഴിയാന. ഏതാണ് മാതൃജീവി? ഓപ്ഷൻസ് തുമ്പി, പൂമ്പാറ്റ, വണ്ട്, ആന. തുമ്പിയാണ് ഉത്തരം. അപ്പോൾ എത്ര മാർക്കുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് കോയമ്പത്തൂർ, മധുരൈ, ചെന്നൈ, കന്യാകുമാരി.
ഓർക്കുക, ആദ്യം ഉത്തരം പറയുന്ന കൂട്ടുകാരുടെ പേര് അടുത്ത വീഡിയോയിൽ ഞാൻ നാളെ ഇടുന്ന വീഡിയോയിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.